കണ്ട പടം കണ്ട എങ്ങനെയുണ്ട്? പടം ഇഷ്ടപ്പെടല്ലോ. അപ്പൊ എല്ലാരും അറിയിക്കുക. അടിപൊളിയല്ലേ? നിങ്ങളല്ലേ പറഞ്ഞ അതിനെ പറ്റി, നമ്മളല്ലല്ലോ കണ്ടിട്ട് അഭിപ്രായം പറയാം. പൊളിച്ചിട്ടുണ്ട് എല്ലാവരും. വിഷ്ണുചേട്ടൻ രക്ഷയിലാണ്, അത് പൊളിച്ചിട്ടുണ്ട്. രഞ്ജൻ ചേട്ടൻ്റെ പരിപാടി, അഭിലാഷ് ചേട്ടൻ്റെ എടുത്ത് എല്ലാ പരിപാടിയും ഒത്തു വരുമ്പോഴാണുള്ളൊരു പടം തന്നെയാണ് ആയിട്ടുള്ളതൊരു വിശ്വാസമുണ്ട്. എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വൻ ഹാപ്പിയാണ്. തിയേറ്ററിൽ അടിപൊളി റെസ്പോൺസാണ്. ഇത്രയും ദിവസം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ പടം തിയേറ്ററിലേക്ക് വന്ന ആൾക്കാരെ കാണാൻ വേണ്ടി ടെൻഷനാണല്ലോ. പക്ഷേ ഫസ്റ്റ് ഷോ കൊണ്ട് വെരി ഹാപ്പി, അടിപൊളിയാണ്. എന്തായാലും ആൾക്കാർ കണ്ടിട്ട് പറയട്ടെ. നിങ്ങളുടെ റിവ്യൂസ് ഒന്ന് ഉറക്കെ പറ. ഗംഭീരാണ്, അത് മതി. എല്ലാവരും പോയി കാണണം. ടെൻഷനാണ്, പക്ഷേ എല്ലാവരും പോയി കാണണം, എന്നിട്ട് പറയണം. താങ്ക് യു. എന്തായാലും സപ്പോർട്ട് ചെയ്ത് ആഗ്രഹിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സായിട്ട് കാണാം. അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട്. ഹ്യൂജ് എഫേർട്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. എല്ലാവരും കൊണ്ട് പടം കാണും. ഷൂട്ടുണ്ടോ? അടിപൊളി. സൂപ്പർ. നല്ല നല്ല രീതിയിൽ ചെയ്തു. ഞാൻ ഇത്രയും മൊബൈലിൽ കാണുമ്പോൾ ഡാൻസ് കുറച്ചുകൂടെ അടിപൊളി. നമുക്കറിയാലോ ഇതിന്റെ പാടെന്താ പറയുന്നത്. ഇത് പല സമയത്തും കളിക്കേണ്ടി വരും. ആദ്യത്തെ എക്സ്പീരിയൻസ് ഇത് പിന്നെ നമ്മുടെ ഹോം ക്രൂവിന്റെ കൂടെ രസമുണ്ട്. കൈയൊക്കെ എടുത്ത് സന്തോഷമുണ്ട്. ഇത്ര കുറേ നാളത്തെ കഷ്ടപ്പാടിൽ അവസാനം നമ്മുടെ മൂവി റിലീസായിരിക്കുകയാണ്. അപ്പം അതിൻ്റെ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കോമഡി എന്നും പറയാം, ഒരു ഹൊററാണെന്നും പറയാം. കാരണം രണ്ടും മിക്സ്ഡായി അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാണ് അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അടിപൊളിയായിരുന്നു. അത് രഞ്ജിൻ ചേട്ടനാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഇരുന്ന സീനിൻ്റെ അവിടെയുള്ള ഇതിൻ്റെ ബോക്സിൻ്റെ വോളി അധികമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഫീലായിരുന്നു എൻ്റെ രണ്ട് സൈഡിലും. സുമതി പടം അടിപൊളി പടമാണ്. ഞാൻ പറഞ്ഞ ഹിറ്റാണ് പടം. നിങ്ങൾ ഇനി ഒരു സംശയം വിചാരിക്കേണ്ട. ഹിറ്റ് എന്ന് പറഞ്ഞ സിനിമ ഹിറ്റാണ്. ഫ്ലോപ്പ് എന്ന് പറഞ്ഞ പടം ഫ്ലോപ്പാണ്. ഇതിൻ്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും BGM ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും എല്ലാം മികച്ചതാണ്. പിന്നെ അഭിനയം, അർജുൻ അശോകൻ്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമയാണ് ഈ സുമതി പടം എന്ന കാര്യത്തിൽ ഒരു സംശയം വിചാരിക്കേണ്ട. അടിപൊളി പടം. സിദ്ധാർത്ഥ് പറഞ്ഞു, ഷൈജു കുറുപ്പ്, ഒരു താരനിര തന്നെയുണ്ട്. എല്ലാവരും മികച്ച കഥാപാത്രങ്ങളാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ റൈറ്റിംഗ് നല്ല റൈറ്റിംഗാണ്. ബാലു അടിപൊളിയാണ്. ബാലുവൊക്കെ നമ്മൾ എല്ലാ സിനിമകളിലും അദ്ദേഹത്തെ ട്രോളാറുണ്ട്. കൊച്ചി ഭാഷ, ഇതിൽ കൊച്ചി ഭാഷയല്ല. ഇത് ശരിക്കും സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സിനിമ തന്നെയാണ്. ഒരു സംശയം ഫാമിലിക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണ്ടുപോകാം. ഇത് ത്രൂ ഔട്ട് ഹൊറർ സിനിമ അല്ല കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ട് ആരും വരാതിരിക്കേണ്ട. ഇതിലെല്ലാം മിക്സിംഗ് ആണ്. ഡ്രാമയുണ്ട്, ആക്ഷനുണ്ട്, എല്ലാ കോമഡി ഹൊററും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇത് സൂപ്പർ ഹിറ്റാണ്. ഇത് ഹിറ്റാണ്. അർജുൻ അശോകൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമ. കാരണം പിന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു, ഇവരുടെ രണ്ടുപേരെ തലമുറക്കാരെ നമുക്കറിയാം. ഈ രണ്ടുപേരുടെയും അച്ഛനെയും അമ്മയും നമുക്കറിയാം. അവരിൽ നിന്ന് എന്തായാലും അത് പകർന്ന് മക്കൾക്ക് കിട്ടിയിട്ടുള്ളതായാലും ഒരു സംശയം ചെയ്യേണ്ട. ഇവർ രണ്ടുപേരും മലയാളത്തിലെ ഏറ്റവും മികച്ച ആക്ടേഴ്സാണ്.